എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് വെറും 10-15 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന സൂപ്പർ ടേസ്റ്റോട് കൂടിയ നല്ലൊരു 4 മണി പലഹാരമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പലഹാരത്തിന് വേണ്ട ഒരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായരിഞ്ഞ വെളുത്തുള്ളിയും ഒപ്പം തന്നെ 1 ടീസ്പൂൺ ചെറുതായരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് 1-2 മിനിറ്റ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചയെല്ലാം നന്നായിട്ടൊന്ന് മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് ചേർക്കാം. കൂടെ തന്നെ മസാലയിലേക്ക് വേണ്ട 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് സവാളയുടെ പച്ചച്ചെല്ലാം ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് നേരം വഴറ്റി വെന്തുടേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം തീയിൽ വെച്ച് 2-3 മിനിറ്റ് വഴറ്റി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ സവാളയെല്ലാം ഒന്ന് വഴറ്റി ഇതുപോലെ ചെറുതായിട്ട് കളറെല്ലാം ഒന്ന് മാറിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒപ്പം തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർക്കാം. ചിക്കൻ മസാലയ്ക്ക് പകരമായിട്ട് ഗരം മസാല ചേർത്താലും മതി. മസാലപ്പൊടികൾ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഒരു 20-30 സെക്കൻഡ് ഇതുപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുട്ടയാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ ഒരു മുട്ട ഒന്ന് പുഴുങ്ങി വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മുട്ട നമുക്കിതിലേക്ക് ചേർത്തിട്ട് മസാലയിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയെല്ലാം മുട്ടയിലേക്ക് കൂടി ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ പലഹാരത്തിന് സ്വാദ് കൂട്ടാനായിട്ട് ഇതുപോലെ 3-4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ബ്രെഡ് ക്രംസ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതുപോലെ ചേർത്ത് തയ്യാറാക്കിയാൽ നമ്മുടെ പലഹാരത്തിന് സ്വാദ് കൂടുതലായിരിക്കും. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഉപ്പും എരിവും എല്ലാം ഒന്ന് പാകമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇതുപോലെ 2-3 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്ക് നമ്മുടെ പലഹാരത്തിന് കോട്ടിങ്ങിന് വേണ്ട ഒരു മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ചായി വെള്ളമൊഴിച്ച് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. നല്ല കട്ടിയുള്ള കോട്ടിങ് വേണമെന്നുള്ളവർക്ക് അധികം വെള്ളം ചേർക്കാതെ കട്ടിയുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ മൈദയ്ക്ക് പകരമായിട്ട് 2 മുട്ടയിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടിയാണ്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല, ചെറിയ ബോൾസ് ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് വിധത്തിലും ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മൈദയുടെ മിക്സിലൊന്ന് മുക്കിയെടുത്ത ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. മസാല കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഓരോ തവണയും കൈ വെള്ളത്തിലൊന്ന് മുക്കിയ ശേഷം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടുതൽ ഓയിൽ ഒഴിച്ച് ഡീപ് ഫ്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം തീയൊന്ന് മീഡിയത്തിലാക്കി വെച്ചിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 തവണകളായിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഏകദേശം 1.5 മിനിറ്റ് ആയപ്പോഴേക്കും ഒരു സൈഡ് പാകത്തിനൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മസാലയെല്ലാം നമ്മൾ ആദ്യമേ വേവിച്ചെടുത്ത് ചേർത്തത് കൊണ്ട് ഉള്ളു വെന്ത് കിട്ടാനായിട്ട് ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സൈഡ് കൂടി പാത്രമൊന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്കതെല്ലാം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്